കമ്പരാമായണം ആസ്പദമാക്കി ശ്രീ വയലാർ രാമവർമ്മ രചിച്ച അതിമനോഹരമായ ഒരു കാവ്യമാണ് രാവണപുത്രി. രാമായണം ഒരു പുനർവായനയുടെ ആവശ്യകതയുടെ അനിവാര്യത വലിയ തോതിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത്. അരുതെന്ന രാമായണത്തിൻ്റെ സന്ദേശം വീണ്ടും വീണ്ടും നമ്മെ ഒരു പുനർവായനയ്ക്ക് നിർബന്ധിക്കുന്നു. രാമനിൽ നിന്നും സീതയിലേക്ക് നടന്നെടുക്കുമ്പോൾ സീതയുടെ പക്ഷത്ത് നമ്മെ പിടിച്ചിരുത്തുന്ന നിരവധി മുഹൂർത്തങ്ങൾ രാവണപുത്രി എന്ന ഈ കാവ്യത്തിലൂടെ ശ്രീ വയലാർ രാമവർമ്മ നമുക്ക് കാണിച്ചു തരുന്നു. ശ്രീ വയലാറിൻ്റെ രാവണപുത്രി. കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദനൃത്തം ചവിട്ടിക്കുഴച്ചു. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദനൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാറ്റെറ്റി വീണു നിഴലുകൾ. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാറ്റെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആയുധഭൂമി നിലം പതിച്ചു രാമസായകമേറ്റു തടർന്ന ലങ്കേശ്വരൻ. ആയുധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തടർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിടങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിൽ ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. പണ്ടു വനാന്തവസന്തനികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസയൗവനം. പണ്ടു വനാന്തവസന്തനികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസയൗവനം. അന്നാദ്യമെത്തി പിടിച്ചു കസക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം മദഗജം മാതിരി. അന്നവളുഗ്രപ്രതികാരവന്യായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചടങ്ങിയിടവേ അഗ്നിയെ സാക്ഷി നിറുത്തി മുഴങ്ങിയൊര ശാപമോർത്തു നടുങ്ങി ദശാനനൻ. രക്തവണങ്ങൾ വിരുത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിൽ ആ ശാമൂർത്തികൾ. രക്തവണങ്ങൾ വിരുത്തുലഞ്ഞാടുന്നു
മൃത്യുവിൻ തേരിൽ ആ വൃദ്ധശാമൂർത്തികൾ. എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. അന്നേ മനസ്സിൻ ചിറകിന്നെ കൊണ്ടതാണ് അമ്പുകൾ പോൽ ആ മുനയുള്ള വാക്കുകൾ. മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയി രാവണന്. ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി. പെറ്റു വീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒടുക്കി ജലതിയിൽ. തന്റെ മനസ്സിൽ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതൽ എന്നോ മറഞ്ഞുപോയി. പ്രാണഭയവും പിതൃത്വവും ജീവിതവീണ വലിച്ചു മുറിച്ചു പൊട്ടിച്ചെണം. എന്തൊരന്തർദാഹം, എന്താത്മവേദന, എന്തായിരുന്നു മനസ്സിലാ സംഭവം. നാദരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിൽ ഒന്നാമതുണ്ടായ മോഹമാണ്. ഒന്ന് മകളെ ഒരു നോക്കു കാണുവാൻ, കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ, ആ മണിച്ചുണ്ടിൽ ഒരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ. ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും, ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും, പൊന്നശോകങ്ങൾ വിരിഞ്ഞു വന്നിടിലും, ഇങ്ങു ചോദിച്ചു മണിത്തൊട്ടിലിൽ കിടന്ന് ഇന്ദ്രജിത്തായിരം വട്ടം ചിരിക്കും. ശ്ലേഷ്ഠശിലാമണിഹർമ്മ്യത്തിൽ മാതക സ്വപ്നമയ ഹംസതൂലിക ശയ്യയിൽ മല്ലീശ്വരന്റെ പുതിയ ഭൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങി കിടക്കിടും. കണ്ണൊന്നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നും ചിലമ്പ് ഇരുക്കും കുമാരിക. ഓമനത്തിങ്കൽ കിടാവ് പോൽ തന്നുള്ളിൽ ഓടി നടന്നു ചിരിക്കും കുമാരിക. ഓമനെ ഭീരുവാണച്ചൻ അല്ലെങ്കിൽ നിൻപൂവൈ സമുദ്രത്തിലിട്ടേച്ചു പോരുമോ. നീ മരിച്ചില്ല, ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ. പുഷ്പവിമാനത്തിൽ നിന്നയും കൊണ്ടച്ചനി പത്തനത്തിലിറങ്ങിയ നാൾ മുതൽ നിന്നയ ശോകത്തണൽ വിരിപ്പിൽ കൊണ്ടുചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ, എന്തപവാദങ്ങൾ, എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ. യുദ്ധത്തിന് ഇന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം. എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി. തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി. വേദന ജീവനിൽ മൃത്യുവിൻ വാഴ്വീണ വേദന കൊണ്ട് തുളഞ്ഞു പോയി രാവണൻ. ചുറ്റും ചിറകടി ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലം. കഴുകുകൾ ലംഘ ശിരസുമുയർത്തി ലോകാന്തര ഭംഗി മുകുൽ
ത്രികൂട ശൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാവേ നിന്നിതു ശുക്രതാരകം ദാസരഹിതൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജഗോന്മാദശംഭുലി മന്ത്രപടഹധ്വനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുന്നള്ളി രാഘവൻ മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി ഇടതൊരു പോട്ടെ ഞാൻ സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊഹിപ്പിടിപ്പിച്ചു വാനരസേനകൾ സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊഹിപ്പിടിപ്പിച്ചു വാനരസേനകൾ